ശരി, ശ്രീ ജോർജ് കുര്യൻ, ഇവിടെ ഈ പറയുന്ന നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളിലേക്ക് അടുക്കുമ്പോൾ CAA എന്നതല്ല, നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളിലേക്ക് അടുക്കുമ്പോൾ സംസ്ഥാനങ്ങൾ അവയുടെ റോൾ നിർവഹിക്കും. അതിനടക്കമുള്ള അങ്ങയുടെ മറുപടി. അല്ല വേണു, ഇത് കേട്ട പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ? ഈ CAA എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ ഊതി വീർപ്പിച്ച, മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവും കൂടെ ഊതി വീർപ്പിച്ച കഥയില്ലാത്തൊരു കാര്യമായിരുന്നു. ആ ബലൂൺ പോയി, അതിൻ്റെ കാറ്റ് പോയി. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇന്ത്യയിൽ ആർക്കും ദൂഷ്യമുണ്ടാകുന്ന ഒരു നിയമം അല്ല എന്നുള്ളത് കൊണ്ട്. ആകെ ദൂഷ്യം ഈ കേസാണ്. ഇവരെടുത്തിട്ടുള്ള ആൾക്കാരെ വെറുതെ തെരുവിലിറക്കി കേസെടുത്തിരിക്കുന്ന ആ കേസാണ് വിഷയം. അല്ലെങ്കിൽ ഞാൻ വേണുവിനൊരു വീഡിയോ അയച്ചു തന്നല്ലോ, 2003 മൻമോഹൻ സിംഗ് ഇത് ആവശ്യപ്പെട്ടതല്ലേ? 2012 പ്രകാശ് കാരാട്ട് ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് മൻമോഹൻ സിംഗിന് കത്തയച്ചതല്ലേ? അതിനുശേഷം ഇവർ ഈ പറയുന്നത് കള്ളത്തരമല്ലേ? മറ്റൊരു കാര്യം ഞാനൊന്ന് അനുവദിക്കുകയാണെങ്കിൽ പറയാം ഇതിൻ്റെ പ്രൊസീജിയർ. ഇവിടെ ഈ അഭയാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ UNHCR എന്ന് പറയുന്ന UN-ന്റെ ഒരു സംഘടനയാണ് അവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. അവർ രജിസ്ട്രേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ നടത്തി അവർ ബോധ്യപ്പെട്ടതിന് ശേഷം അവർക്ക് ഒരു കാർഡ് കൊടുക്കും. അതുകൊണ്ട് അവർക്ക് വാടകയ്ക്ക് താമസിക്കാം, അവർക്ക് പെർമിറ്റ് കൊടുക്കും, വർക്ക് പെർമിറ്റ് കൊടുക്കും, ജോലി ചെയ്യാം. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ക്രിസ്ത്യൻ അഭയാർത്ഥികളെ ഞാൻ കണ്ടതാണ് വൈസ് ചെയർമാനായിരുന്നപ്പോൾ. അത് യഥാർത്ഥ കാര്യത്തിലുള്ളവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇനി അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്തവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ അവരെ ഓരോ ക്യാമ്പുകളിലാക്കും. അവിടെയും മനുഷ്യാവകാശമുണ്ട്. ഡിറ്റൻഷൻ സെൻ്റർ ആണെങ്കിലും BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നേരത്തെ അപ്പനെ ഒരു സ്ഥലത്ത്, അമ്മയെ ഒരു സ്ഥലത്ത്, കുട്ടിയെ ഒരു സ്ഥലത്തായിരുന്നു. ഇപ്പോൾ അപ്പനും അമ്മയും കുട്ടിയും ഒരുമിച്ച് താമസിക്കാനുള്ള സംവിധാനമുണ്ട്. അവർക്കും പെർമിറ്റ് കൊടുക്കും. ജോലി ചെയ്യാനുള്ള ഹ്യൂമൻ റൈറ്റ് അവിടെ നിഷേധിക്കുന്നില്ല. ഏത് രാജ്യത്തു നിന്ന് വന്ന ഏത് മതത്തിൽപ്പെട്ടവരായാലും. ഇനി ഇവിടെ ജയിൽ വാസം അനുഭവിച്ചവരാണെങ്കിൽ, അവർ ശിക്ഷ അനുഭവിച്ചവരാണ്, അവർക്ക് ഹ്യൂമൻ റൈറ്റ് ഉണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ ഈ ഹ്യൂമൻ റൈറ്റ് എല്ലാം നിഷേധിക്കുന്നു കൊല്ലത്തെ ക്യാമ്പിൽ എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. അല്ലാതെ CAA ഒരു വിഷയമല്ല, അത് ആവിയായിട്ട് പോയി. നിങ്ങൾ പറഞ്ഞതിൻ്റെ അകത്ത് ഒന്നും ഈ ചർച്ചയിൽ ഇവരുടെ ചക്കളത്തി പോരാട്ടമല്ലാതെ എന്തെങ്കിലും പറഞ്ഞോ? എൻ്റെ മുമ്പിലിരിക്കുന്ന ഓഡിയോ വിഷ്വൽ സംവിധാനം കേടായതുകൊണ്ടാണ് ഞാൻ ക്ഷമയോടുകൂടി ഇരുന്നത്. നിങ്ങളുടെ സംവിധാനം ഇത് ജനങ്ങളെ ഇങ്ങനെ കൗളിപ്പിക്കരുത്. എന്താണ് CAA വന്നു കഴിഞ്ഞാൽ കുഴപ്പം? ആർക്കാണ് കുഴപ്പം? ഇന്ത്യയിൽ ഇന്ന് ജീവിക്കുന്ന ഒരു പൗരനും കുഴപ്പമില്ല. വിദേശത്തുള്ള ചിലർക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. വേണു, വിസ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരല്ല, ഡിഫൻസ് നോക്കുന്നത് സംസ്ഥാന സർക്കാരല്ല, ഈ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരല്ല, സാമാന്യ ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണിത്. ഇനി ആർട്ടിക്കിൾ 10 അനുസരിച്ച്, നമ്മുടെ ഭരണഘടന അനുസരിച്ച് പാർലമെൻറ്റിന് നിയമം പാസ്സാക്കാം. അത് തെറ്റാണെങ്കിൽ കോടതിയിലുണ്ട്. സ്റ്റേ ചെയ്തില്ലല്ലോ കോടതി സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ ചട്ടം വരുമായിരുന്നോ? എന്തേ പോകാൻ താമസിക്കുന്നു കോടതിയിൽ? പിറ്റേ ദിവസം എടുപ്പിക്കാമായിരുന്നല്ലോ. അവിടെ പെൻഡിങ്ങല്ലേ കേസ്, സബ്ജുഡീസാണ്. എന്തുകൊണ്ട് പോകുന്നില്ല? ഇലക്ഷൻ വരെ ഇവർ പോകില്ല, ഇവർ സ്റ്റേ ചോദിക്കില്ല. കോടതി എന്ത് തീരുമാനിച്ചാലും അതിനെ അംഗീകരിക്കുന്ന സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. എത്ര നിയമങ്ങൾ റദ്ദ് ചെയ്തു? പഞ്ചപുച്ഛം അടക്കിയിരിക്കുകയല്ല ചെയ്തത്, അനുസരിക്കുകയല്ല ചെയ്തത്. ശുംഭന്മാരെന്ന് വിളിച്ചോ? ഇല്ലല്ലോ. സുധാകരൻ പണ്ട് പറഞ്ഞതുപോലെ, കൽക്കരി കുംഭകോണത്തിൻ്റെ കാലഘട്ടത്തിൽ പറഞ്ഞതുപോലെ, സുപ്രീം കോടതി ജഡ്ജി പൈസ വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ശരിയാണ്, അതുകൊണ്ട് പക്ഷേ റഫാൽ ഇടപാടും ഈ CBIയുടെ തലപ്പത്ത് ആളെ രാജ്യരാമാനെ മാറ്റിയതുമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്ന ചീഫ് ജസ്റ്റിസിന്റെ 1-ാം നമ്പർ കോടതിയിൽ 2018 നരേന്ദ്രമോദി പോയിട്ടുണ്ട്. ശുംഭനെന്നൊന്നും വിളിച്ചിട്ടില്ല. പക്ഷേ ചീഫ് ജസ്റ്റിസിന്റെ 1-ാം നമ്പർ കോടതിയിൽ രാജ്യ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാനമന്ത്രി പോയിട്ടുണ്ട്. ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.